പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ബ്രെയിനിലെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന കഴിവിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ ബ്രെയിന് പുതിയതായിട്ട് പ്രായമായി കഴിഞ്ഞാൽ പുതിയതായി ഒന്നും ചേർക്കാൻ കഴിയില്ല എന്നായിരുന്നു. എന്നാൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന ചിന്ത മുൻപിലേക്ക് വന്നപ്പോഴത്തേക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനും നമ്മുടെ ബ്രെയിന് കഴിവുണ്ട് എന്ന് മനസ്സിലാക്കി. ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുത്ത കാലത്തായി കേൾക്കുന്നതാണ് റീവയർ ദ ബ്രെയിൻ. എന്താണ് റീവയർ ദ ബ്രെയിൻ? നമ്മൾ കാട്ടിൽ അറിയാൻ വയ്യാത്തൊരു പാതയിലൂടെ സഞ്ചരിക്കുന്നു. റിപ്പീറ്റ് ചെയ്ത് കുറേ നാള് സഞ്ചരിക്കുമ്പോഴത്തേക്ക് അതൊരു പുതിയ പാതയായി മാറുന്നു. അതുപോലെ തന്നെയാണ് ബ്രെയിനിലെ നമ്മളൊരു പുതിയ കാര്യം ആഡ് ചെയ്യുമ്പോൾ, റിപ്പീറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ അതൊരു ശീലമായി മാറുന്നത്, നമുക്ക് ബ്രെയിന് റീവയർ ചെയ്യാൻ സാധിക്കുന്നത്. ഒരു പുതിയ ശീലം നമുക്ക് രൂപപ്പെടുത്തിയെടുക്കണം. എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് ചിന്തിക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മൾ വെള്ളം കറക്റ്റായിട്ട് ഒരു റിമൈൻഡർ ബോട്ടിലിട്ട് കറക്റ്റായിട്ട് കുടിച്ചു. കുറേ ദിവസങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാട്ടിലെ ആ പാത സൃഷ്ടിച്ചതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ആ ഒരു പുതിയ ശീലം രൂപീകരിക്കുകയുണ്ടാകും. ആ ഒരു പുതിയ ശീലത്തിനായിട്ട് നമ്മുടെ ബ്രെയിൻ അവിടെ ഒരു പാത രൂപീകരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പാത്ത് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ആദ്യമൊക്കെ പ്രയാസമായിട്ട് തോന്നുമെങ്കിലും പിന്നീട് ബ്രെയിൻ നമുക്ക് അതിൻ്റെതായിട്ടുള്ള സിഗ്നൽ തരാൻ തുടങ്ങും. ഇപ്പം നമുക്ക് വായനയുടെ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കണമെന്ന് വിചാരിക്കുക. കിടക്കുന്നതിന് മുൻപ് ഒരു പേജ് എങ്കിലും വായിക്കുക എന്ന ചിന്ത നമ്മൾ ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ഏത് ബുക്കാണോ നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ബുക്കുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ആ ബുക്ക് നമ്മൾ കാണുന്നിടത്ത് തന്നെ വെക്കുക. കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ അതിലേക്ക് ആകർഷിക്കുന്നത്. അപ്പോൾ ആ ബുക്ക് നമുക്ക് വായിക്കാനുള്ള ഒരു ആഗ്രഹം തോന്നുകയും നമ്മളത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ കിടക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ബ്രെയിൻ സിഗ്നൽ കൊടുക്കും, ഇന്ന് വായിച്ചിട്ട് കിടന്നാൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ട് ഒരു ഹാബിറ്റ് ഫോം ചെയ്യാൻ 21 ദിവസം മതിയെന്ന്. എന്നാൽ ഒരു പുതിയ സ്റ്റഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോൾ സ്റ്റോക്കാണ്. ഒരു ഹാബിറ്റ് കറക്റ്റായിട്ട് നമ്മുടെ ബ്രെയിൻ അത് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ 66 ദിവസമെങ്കിലും പിടിക്കും. ഓരോ ശീലവും ഒറ്റയടിക്ക് നേടിയെടുക്കാതെ പതിയെ പതിയാണ് നമ്മൾ, അല്ലെങ്കിൽ മെല്ലെ മെല്ലെയാണ് ഓരോ ശീലങ്ങളും നമ്മൾ ചെയ്ത് നമ്മുടെ ബ്രെയിൻ അത് സെറ്റാക്കി എടുക്കേണ്ടത്. അപ്പോൾ 21 ദിവസമല്ല, അതിനായിട്ട് നമ്മൾ 66 ദിവസം ആവശ്യമായിട്ട് വരും. ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹാബിറ്റ് ഫോം ചെയ്യുന്നതിലെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്കാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നിലവിലുള്ള ഒരു ശീലത്തിൻ്റെ മുകളിലേക്ക് അടുത്തൊരു ശീലത്തെ, അല്ലെങ്കിൽ പുതിയതായ ഒരു ശീലത്തെ വയ്ക്കുന്നതാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഞാൻ മുൻപ് പറഞ്ഞ നമ്മളിപ്പോൾ കിടക്കുന്നതിന് മുൻപ് വായിക്കണം എന്നത് ഒരു പുതിയ ശീലം നമ്മൾ തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്കുണ്ടായിരിക്കുന്ന പഴയ ശീലത്തിൽ സാധാരണ നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഫോൺ നോക്കുന്നതായിരിക്കും. അത് നമ്മുടെ ഒരു പഴയ ശീലമാണ്. ആ പഴയ ശീലത്തിന് മുകളിലേക്കാണ് നമ്മുടെ പുതിയ ശീലം കയറ്റി വയ്ക്കാൻ പോകുന്നത്. അതിനെയാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഒരു പുതിയ ശീലം എന്തുമായിക്കോട്ടെ, അത് തുടങ്ങുന്നതിനായിട്ട് ഒരു റൂളുണ്ട്. അതിനെ 2 മിനിറ്റ് റൂൾ എന്നാണ് അറിയപ്പെടുന്നത്. ഒരിക്കലും ഒരു ശീലവും നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്പോൾ ഒരു എക്സസൈസ് എന്ന ശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണമെന്ന് വിചാരിക്കുക. ആദ്യ ദിവസം തന്നെ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യാതെ ആദ്യത്തെ ദിവസം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് എക്സസൈസ് ചെയ്യുക. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോ ദിവസങ്ങളിലേക്ക് ചെയ്യുമ്പോഴാണ് ആ എക്സസൈസ് എന്ന ശീലം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുന്നത്. അതിനെയാണ് 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്. അത് ഒരു ശീലം ഫോം ചെയ്യുന്നതിന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു റൂള് തന്നെയാണ് 2 മിനിറ്റ് റൂൾ. ഒരിക്കലും ഒരു ഭാരമായിട്ട്, ഒരു പുതിയ ശീലം നമ്മൾ ഭാരമായിട്ട് ബ്രെയിന് തോന്നരുത്. ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ബ്രെയിൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ അതിനെ എതിർക്കാൻ ശ്രമിക്കും. അതിനെ റെസിസ്റ്റൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ അമിതമായിട്ട് ഷുഗർ ഉപയോഗിക്കുമ്പോൾ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ കഴിവ് കുറഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം നമ്മുടെ ചിന്താശേഷിയും ഓർമ്മയും പതിയെ പതിയെ കുറയുന്നതായിട്ട് കാണാം. പുതിയ സ്റ്റഡികളാണ് കേട്ടോ. ഒരു ഹാബിറ്റ് പുതിയതായിട്ട് നമ്മൾ എന്തായാലും
നേടിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിന് നമ്മൾ 2 മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാമെന്നും വിചാരിക്കുന്നു. നമ്മുടെ നെറ്റിയുടെ പിൻഭാഗത്തുള്ള പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് ആണ് ഇതിനായി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഏതൊരു ശീലമായിക്കോട്ടെ, അതിന് 21 ദിവസമല്ല 66 ദിവസം തന്നെ വേണ്ടി വരും. പക്ഷേ ഈ 66 ദിവസം കഴിയുമ്പോൾ അത് നമുക്ക് ഏതൊരു ശീലത്തെ പോലെയും നല്ലൊരു ശീലമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കും. അത്രമാത്രം കപ്പാസിറ്റി നമ്മുടെ ബ്രെയിനുണ്ട്.